അദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള എളിമയാണ് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചത്. ഏതായാലും അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള എത്രയോ നന്മകൾ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളുടെ അഭിമാനമാണ് MA യൂസഫ് അലിക്ക. ജാതി മതങ്ങൾക്കതീതമായി ഏവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിത്വം. സമ്പന്നവരോടും അതുപോലെ തന്നെ സാധാരണക്കാരോടും ഒരുപോലെ പെരുമാറുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള എളിമയാണ് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചത്. അതായത് രാജാവായാലും അതുപോലെ തന്നെ സാധാരണക്കാരായാലും അതുപോലെ തന്നെ ഭരണാധികാരിമാരായാലും ഭരണരാഷ്ട്ര തലവന്മാരായാലും ഒക്കെ അദ്ദേഹം ഇടപെടുന്ന രീതി ഒരുപോലെയാണ്. അദ്ദേഹം അചഞ്ചലമായിട്ടൊരു വിശ്വാസിയാണ്. പക്ഷെ അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ തന്നെ മറ്റുള്ള ഇതര മതസ്ഥരെയും ഇതര മത ആരാധനാലയങ്ങളെയും അദ്ദേഹം വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും കൂടിയാണ്. ഇപ്പൊ ദുബൈയില് അമ്പലങ്ങളും ചർച്ചുകളൊക്കെ വരാനുള്ള ഒരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ റെക്കമെൻഡ് കൊണ്ട് മാത്രമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യർ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനം ഒക്കെ ഈ രീതിയിലാണ്. ഇവിടെ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ചെറിയ രീതിയിൽ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്ത് അതിൽ കൂടി പ്രശസ്തനായി അതിൽ ഞാനെല്ലാം കഴിഞ്ഞവൻ, ഞാൻ സമൂഹത്തിന് എന്തോ വലിയ ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്റെ കാൽപാദം തൊട്ട് വന്നിക്കണം എന്നുള്ള രീതിയിലൊക്കെ അഹങ്കരിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരക്കാരെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ ചെയ്യാം. എങ്കിലും അവരിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ MA യൂസഫ് അലിക്ക് എവിടെ കിടക്കുന്നുണ്ട്? അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്? ഏതായാലും അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള എത്രയോ നന്മകൾ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ സർവശക്തൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.